പയതൊക്കെ അതേമാതിരി തന്നെ ഉണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല കേട്ടോ. വെള്ളിയാഴ്ച ജുമയൊക്കെ എന്നാൽ കാരണന്മാരൊക്കെ ഒരു കാര്യം ചെയ്യണം, പ്രായമായവരൊക്കെ ഒരു കാര്യം ചെയ്യണം. ഇമാം ഇങ്ങനെ വന്നിട്ട് മിമ്പറിൻ്റെ അടുത്ത് എത്തുമ്പോൾ മുക്കറിലിരുന്ന് വാള് വാങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും. അത് മുക്കറിനോട് മാത്രമുള്ള സലാമൊന്നുമല്ല, കേൾക്കണ എല്ലാവരോടുള്ള സലാമാണ്. ഉറക്ക സലാം അടക്കണം, എന്നാലേ വരും തലമുറ മടക്കുള്ളൂ. കാരണന്മാർ ഉറക്കം മടക്കണം. മറ്റൊരു അടുത്തത് കുട്ടികളൊക്കെ ഇനി കാരണന്മാരാകുമ്പോൾ മറക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഉറക്കം മടക്കി കാണിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇമാമ് മിമ്പർമ കയറിയിട്ട് വീണ്ടും അസ്സലാമു അലൈക്കും പറയും, ഉറക്കം അടക്കണം. അത് കഴിഞ്ഞിട്ട് ഖുത്ബയൊക്കെ ഇങ്ങനെ ഓതുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ സ്വലാത്ത് ചെല്ലാനൊക്കെ വരും, ഒക്കെ ഉറക്ക ചെല്ലണം. ആദ്യത്തെ ഖുത്ബ കഴിയാൻ നേരത്ത് ഒരായത്തോതും, കലാമു റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് കാരണന്മാരൊക്കെ എന്താ ഉറക്ക പറയണമെന്ന് പറയാൻ കാരണം നാളെ അടുത്ത തലമുറ പറയുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. നാളെ അടുത്ത തലമുറ പറയുള്ളൂ, അല്ലെങ്കിൽ പറയില്ല. അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് ഈ സന്ദേശം കൈമാറേണ്ടവർ നമ്മളാണ്. നമ്മൾ ഉഷാറായിട്ട് ചെയ്യണം വയസ്സന്മാർ, അപ്പോൾ ബാക്കിയുള്ളവർ ചെയ്യും, കുട്ടികളെ കണ്ടിട്ട് പഠിക്കും. നമ്മൾ വെറുതെ ഒരു വർത്താനുണ്ട്, കുട്ടികളൊക്കെ മോശമാണ് എന്ന്. കുട്ടികളല്ല മോശക്കാർ, കുട്ടികളൊക്കെ നല്ലവരാണ്. കുട്ടികൾക്കൊരു മോശമില്ല. കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട നമ്മളാണ് മോശക്കാരായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടവരെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഉഷാറായിട്ട് ചെയ്യും. നമ്മളും കുട്ടികളായിട്ട് വലുതായത് തന്നെയല്ലേ. നമ്മളെ കുട്ടിക്കാലത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ള കുട്ടികൾ. കുറേ കൂടി ഹൈടെക് രൂപത്തിലായിട്ടുണ്ടാവുന്നേ ഉള്ളൂ. നമ്മളെ കുട്ടിക്കാലത്തുണ്ടായിരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ നമ്മളാ കാലത്താണ്, ഇന്ന് ഈ കാലത്താണ് കുറേയും കൂടി ഹൈടെക് ആയിട്ടുണ്ടാവും എന്നുള്ള ഒഴിച്ചാൽ കുട്ടികളല്ല കേട് നിൽക്കുന്നത് വലിയവരാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഹൗദം കരക്കെന്ന് ഇങ്ങനെ ഒച്ചടും, എന്നിട്ട് പള്ളിൻ്റെ മേലെന്ന് വർത്താനാന്ന് പറഞ്ഞാണ്ട് ജിഹാദ്. പള്ളിൻ്റെ മേലെന്ന് വർത്താനം ഇല്ലാതിരിക്കണമെങ്കിൽ ആദ്യം ഹൗദം കരക്കെന്ന് കാരണന്മാരെ ഒച്ചടൽ നിർത്തണം, നല്ല നടക്കുള്ളൂ. നമ്മൾ കാണിച്ചു കൊടുത്താലല്ലേ ഉള്ളൂ. ജീവിക്കുന്ന മാതൃക അതാണ് ബഹുമാനപ്പെട്ട അത്തിബർ ഉസ്താദിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഷെയ്ഖ് അലി ഉസ്താദ് വരുന്നുണ്ട്, കുറേ മൂപ്പർക്കും പറയാനുണ്ടാവും. കാരണം ഒരുപാട് കാലം കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. അലൈഹി വസല്ലം ഉസ്താദിനെ പറ്റി ആരോട് പറയാൻ പറഞ്ഞാലും എല്ലാവർക്കും പറയാണ്ട് എന്നുള്ളതാണ് അത്തിബർ ഉസ്താദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആർക്ക് അവസരം കൊടുത്താലും എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ഉസ്താദിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാവർക്കും ഇന്നയാണ് കൂടുതൽ പരിഗണന എന്ന് തോന്നുന്നുള്ളതാണ്. ആർക്ക് പരിചയപ്പെട്ടാലും ഇന്നോട് ഭയങ്കര പരിഗണനയാണ്. ഞങ്ങളവിടെ ഇപ്പോൾ എൻ്റെ അവിടെ അങ്ങാടിയിൽ അബ്ബാസ് എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്ന ഒരാളുണ്ട്, നല്ല മനുഷ്യനാണ്. അപ്പോൾ എന്നാലിപ്പോൾ ഞാൻ അവിടെ കടയിൽ കയറിയപ്പോൾ പറഞ്ഞു, എന്നോട് ഉസ്താദിന് ഭയങ്കര താല്പര്യം പറഞ്ഞു. ഇതേ വർത്താനം എന്നോട് പല സ്ഥലത്ത് ചെല്ലുമ്പോഴും കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാട്ടിലെ അബ്ബാസിനോട് പറഞ്ഞു, എന്നോട് ഉസ്താദിന് ഭയങ്കര താല്പര്യമായിരുന്നു, ഇതിൽ കൂടെ പോവുകയാണെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ കടയിൽ നിന്ന് വാങ്ങലുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ യാത്രക്കാരനാണ്, നമ്മൾ പല സ്ഥലത്തും വരുന്നതും പല കടയിൽ കയറുന്നതാണ്. ഇതേ വർത്താനം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് എപ്പോൾ വന്നാലും പഴം എൻ്റെ കടയിൽ നിന്നാണ് വാങ്ങൽ. എല്ലാവർക്കും അവരിലേക്ക് കൂടുതൽ അടുപ്പമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന പ്രകൃതിയാണ്. എന്നാലോ കാര്യം എല്ലാവരോടും പറയും ചെയ്യും. കാര്യം ഇനിയിപ്പോൾ സാലി പൈസയാണെന്ന് ഇതിൽ പറയാതിരിക്കൊന്നുമില്ല, കാര്യം ആരോടും പറയുകയും ചെയ്യും. എന്നാൽ നല്ല സ്നേഹവും നല്ല വാത്സല്യത്തോടു കൂടെയുള്ള പെരുമാറ്റം. പരിചയപ്പെട്ട ആളുകളെ മറക്കാറുണ്ടായിരുന്നില്ല എന്നത് ഉസ്താദിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. പരിചയപ്പെട്ട ആൾക്കാരെ, മിക്കവാറും ആൾക്കാരെ പേര് വരെ ഓർമ്മ ഉണ്ടാവും, ആളേതായാലും ഓർമ്മ ഉണ്ടാവും. പരിചയപ്പെട്ട ആളുകളെ മറക്കാറുണ്ടായിരുന്നില്ല. മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്ത് ത്യാഗം ചെയ്തിട്ടാണെങ്കിലും തയ്യാറാണ്. ഹാദിമായ മനുഷ്യൻ വിജയിക്കും എന്നതിൻ്റെ തെളിവാണ് അത്തിബർ ഉസ്താദ്. ഹാദിമീങ്ങൾ വിജയിക്കും. ലോക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഖിദ്മത്തിൻ്റെ മനസ്സുള്ള എല്ലാ മനുഷ്യന്മാരും വിജയിച്ചിട്ടുണ്ട്. ഖിദ്മത്തിൻ്റെ മനസ്സ് ഓർമ്മയുടെ മനസ്സാണ്. ഖിദ്മത്തിൻ്റെ മനസ്സുള്ള ആളാണ് ഏറ്റവും ഓർമ്മയുള്ള ആൾക്കാർ. അതുകൊണ്ട് ഹാദിമീങ്ങളായ മനുഷ്യന്മാർ വിജയിക്കും. ആ ഖിദ്മത്തിൻ്റെ മനസ്സിൻ്റെ വിജയമാണ് യഥാർത്ഥത്തിൽ ഉസ്താദിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രോഗമായി കിടന്നു, സബറിനെ പറ്റിയൊന്നും പറയണ്ട, തവക്കുലിനെ പറ്റി പറയണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. തസവൂഫിൻ്റെ ഗ്രന്ഥം നമ്മൾ പരിശോധിച്ചാൽ അതിലെന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ അതുപോലെ ജീവിതത്തിൽ പകർത്തുന്നു. നമ്മളൊക്കെ കുറച്ച് പൈസ വേണം പഠിച്ചോനെ, അള്ളാഹ് കുറച്ച് പൈസ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാ? നമ്മൾ പൈസ അള്ളാഹിനോട് ചോദിക്കുന്നത് പെരപ്പണി തീർക്കാൻ, കുട്ടികളെ കെട്ടിക്കാൻ, ഇങ്ങനെയുള്ള ആവശ്യത്തിനാണ്. സ്വതക്ക കൊടുക്കാൻ വേണ്ടി കുറച്ച് പൈസ വേണം എന്ന് ആഗ്രഹിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? വാസ്തവത്തിൽ പണത്തിൻ്റെ ഏറ്റവും വലിയ ഉപകാരം പെരപ്പണി തീർക്കലോ കുട്ടിനെ കെട്ടിക്കലോ ഒന്നുമല്ല.
പൈസയുടെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് സദഖ കൊടുക്കലാണ്. സദഖ കൊടുക്കാനാണ് വാസ്തവത്തിൽ പൈസ വേണ്ടത്. ഭക്ഷണം കഴിക്കാൻ പല വഴിയുണ്ട്. പൈസ ഇല്ലെങ്കിലും പല വഴിയും ഉണ്ടാവും. വെള്ളം കുടിച്ചാൽ മതി ഭക്ഷണത്തിൻ്റെ സ്ഥാനത്ത്. പിന്നെ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഭക്ഷണം വേണം എന്ന് തോന്നുന്നവർക്കാണ് ഭക്ഷണം. ഭക്ഷണം വേണ്ട എന്ന് തോന്നുന്നവർക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ഭക്ഷണം ആവശ്യമാണത് എപ്പോഴാണ്? പഠിച്ചോനെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നിയാൽ അള്ളാഹ് ഭയങ്കരമായിട്ട് പൈസ ഉണ്ട് എന്ന് തോന്നും. ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടില്ല എന്ന് ഓർമ്മ വരുന്നില്ലെങ്കിൽ പൈക്കൂല്ല. ഭക്ഷണം ആവശ്യമാണെന്ന് തോന്നുന്നവർക്കാണ് ഭക്ഷണം. ഭക്ഷണം ആവശ്യമാണ് എന്ന് തോന്നാത്തവർക്ക് ഭക്ഷണം വേണ്ട. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരം വിട്ടതിന് ശേഷം പല ദിവസങ്ങളിലും ഭക്ഷണം കഴിക്കാതെ യാത്ര ചെയ്തിരുന്നു. കാരണം മൂപ്പർക്ക് ഭക്ഷണമാണെന്ന് തോന്നിയിട്ടില്ല. ഒരു ദിവസം ഒരാളൊപ്പം കൂടി, ഞാൻ നിങ്ങളൊപ്പം പോരട്ടെ എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു തൻ്റെ ഇർഷാദിൽ ഈ കഥ പറയുന്നുണ്ട്. ഒരു ദിവസം ഇബ്രാഹിം അദ്ഹമിൻ്റെ കൂടെ ഒരാൾ കൂടിയിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങളൊപ്പം പോരട്ടെ ചോദിച്ചു. പോന്നോർ മൂപ്പരപ്പം അങ്ങനെ പോയി. കുറേ ദൂരം ചെന്നപ്പോൾ അദ്ഹമിന് തോന്നി എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടാവുമല്ലോ, ഓന് വിശക്കുണ്ടാവുമല്ലോ. അപ്പം ഇബ്രാഹിം അദ്ഹമിനും വിശന്നു. സാധാരണ മൂപ്പര് ഭക്ഷണം കഴിക്കാതെ അങ്ങനെ പോക്കാണ് പതിവ്. കൂടെ ഒരാളുണ്ടായ ഓന് വിശക്കുണ്ടാവുമല്ലോ എന്ന് തോന്നിയപ്പോൾ ഇബ്രാഹിം അദ്ഹമിനും വിശന്നു. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു കത്തുണ്ടാക്കിയിട്ട് ഒരാൾക്ക് കൊടുത്തയക്കുന്നതാണ് കഥ. കഥ നമ്മളെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. അപ്പോൾ ഭക്ഷണം ആവശ്യമാണെന്ന് തോന്നുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ഭക്ഷണം. ഭക്ഷണം ആവശ്യമാണെന്ന് തോന്നാത്തവർക്ക് ഭക്ഷണം ആവശ്യമില്ല. അവരങ്ങനെ ജീവിച്ചു കൊള്ളും എന്നതാണ്. അതുകൊണ്ട് തസവുഫിനെയും സുന്നത്തിനെയും ശരിക്കും ഇങ്ങനെ ജീവിച്ച് കാണിച്ചു തന്ന ആൾ. ഓരോ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാലും അതിൽ സുന്നത്തായ രീതി എന്താണ്, അതിൽ അദബ് എന്താണ്. ഒരിക്കൽ പള്ളിയിൽ കാണത്തിന് ഇങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ ചെരുപ്പ് ആരെ മാറ്റി വെച്ചതെന്ന് ചോദിച്ചു. പള്ളി കയറിപ്പോയി, ചെരുപ്പ് ഉരച്ചിട്ട് പള്ളി കയറിപ്പോയി. പള്ളിയിൽ കാണാൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ചെരുപ്പ് ആരെ മാറ്റി വെച്ചതെന്ന് ചോദിച്ചു. ഉസ്താദ് വെച്ചോട് തന്നെ ഉണ്ട് ചെരുപ്പ്. ഉസ്താദ് വെച്ചോട് തന്നെ ചെരുപ്പുണ്ട്, വെച്ചോട് തന്നെ ഉണ്ടല്ലോ പറഞ്ഞു. അവ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ വെച്ചത് എന്ന് പറഞ്ഞാൽ ഖിബിലക്ക് നേരെ അഭിമുഖമായി ചെരുപ്പ് വെക്കാറില്ല. ദേശം തെറ്റിച്ചിട്ടേ വെക്കുള്ളൂ. നമ്മളാരാ ചെയ്യൽ? ആരും ചെയ്യലില്ല. നമ്മളിങ്ങനെ നേരെ പള്ളിയൊക്കെ ഇങ്ങനെ കിഴക്ക് ഭാഗത്ത് നിന്ന് കയറിയാൽ ഖിബിലക്ക് അഭിമുഖമായിട്ടാണ് നമ്മൾ ചെരുപ്പ് വെക്കുക. ആ സ്ഥലത്ത് തന്നെ ചെരുപ്പുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. പക്ഷേ നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരുന്നു, ഉസ്താദ് ഒരല്പം ചെരിച്ചിട്ടാണ് വെച്ചിരുന്നത്. അതാരോ കണ്ടപ്പോൾ ഒന്ന് നിർത്തി വെച്ചു. ഇതാണ് സംഭവം. ഈ ഉസ്താദിൻ്റെ ചെരുപ്പ് ചെരിഞ്ഞിരിക്കണ്ട വെച്ചിട്ട് നിർത്തി വെച്ചതാണ്. പക്ഷെ ഉസ്താദ് കൽപ്പിച്ചുകൂടി ചെരിച്ച് വെച്ചതാണ്. ഖിബിലക്ക് അഭിമുഖമായി ഇരിക്കണ്ടെന്ന് എഴുതിയിട്ട് സൂക്ഷിക്കാറില്ല. തൻ്റെ ഉസ്താദിൻ്റെ വീടിന് നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല എന്ന് അബൂ ഹനീഫ ഇമാമിൻ്റെ ചരിത്രത്തിൽ കാണാം. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദിൻ്റെ വീടിൻ്റെ നേരെ കാൽ നീട്ടിയിരുന്നില്ല. അബൂ ഹനീഫ ഇമാമിൻ്റെ വീട് കഴിഞ്ഞിട്ട് 7 വീടുകൾക്കപ്പുറത്തായിരുന്നു ഉസ്താദിൻ്റെ പേരുണ്ടായിരുന്നത്. എന്നാലും പേരൻ്റെ നേരെ കാല് കിട്ടൂല. അതുകൊണ്ട് ഓല് വലിയ വലിയ ആൾക്കാരായി. നമ്മളിപ്പോഴും ഭയമായി തന്നെയാണ്. ഇതിന് വ്യത്യാസം. അദബും മര്യാദയും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സയ്യിദന്മാരൊക്കെ വരുന്നുണ്ടാൽ കാണിക്കുന്ന ഒരു അദബ് നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും ഉത്തരീറ്റും വേണോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങളിൽ 2 കാര്യം ഉപേക്ഷിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് തോഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അഹ്ലു ബൈത്ത്, എൻ്റെ കുടുംബം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. അതുകൊണ്ട് സയ്യിദന്മാരെ കണ്ടാൽ എന്തോ ഒരു അത് നമുക്ക് ശരിക്കും മരിച്ചെടുക്കുമ്പോൾ കാണുമല്ലോ. പത്രത്തിൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിച്ചവരെ ലിസ്റ്റ് ഇങ്ങനെ വായിച്ചു നോക്കുന്നുണ്ടോ? എല്ലാം സയ്യിദ് പൂക്കോയത്തങ്ങൾ, സയ്യിദ് കുഞ്ഞിത്തങ്ങൾ, അങ്ങനെ ഫുള്ള് സയ്യിദന്മാരെ പേര് ഇങ്ങനെ കാണാം. മയ്യത്ത് കീർത്തിന് നേതൃത്വം കൊടുക്കും. 62 63 തവണയാണ് മയ്യത്ത് നിസ്കാരം. അതിൽ ഏകദേശം 80% ഇമാമത്ത് നിന്നവും തങ്ങന്മാരാ, സയ്യിദന്മാരാ. അന്ത മഅമൻ അഹ്ബബ്ത, ഇത് വലിയൊരു ഹദീസാണ്. ഇന്നെപ്പോലത്തെ ആൾക്കാർക്ക്, നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക്, നമ്മളെപ്പോലത്തെ വലിയൊരു പ്രതീക്ഷയുള്ള വർത്താനാണ്. അന്ത മഅമൻ അഹ്ബബ്ത.